ഹലോ, എസ്ട്ര ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. കൂടുതലായിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് സാരീസ് വേഗം കാണിക്കാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു പൗഡർ ബ്ലൂ കളറിലെ സാരിയാണ്. ഇതിനകത്ത് ഷാഡോ വർക്ക് ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. നല്ലൊരു ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. റെഡിന്റെ ഡബിൾ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സെൻട്രൽ പോർഷൻ ഇത് മീൻസ് ഡാർക്ക് റെഡ് തൊട്ട് ആ ഒരു പിങ്കിഷ് ആയിട്ട് വന്ന് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലോട്ട് വരുന്ന പോലെ റെഡിന്റെ ഡബിൾ ഷെയ്ഡ് റെഡ് വരുന്നത്. ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു പെറ്റൽസ് ഒക്കെ വരുന്ന പോലത്തെ ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. ചെറുതായിട്ടുള്ള ലീഫ് ഡിസൈനിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഷാഡോ വർക്ക് യൂസ് ചെയ്ത് തന്നെ കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു സിമ്പിൾ ആണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. വളരെ പെർഫെക്ഷനോടുകൂടി തന്നെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൈസിൽ തന്നെ ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. ഇതുണ്ടോ, നമ്മളൊരു കൈപ്പത്തിയേക്കാളും ഒക്കെ നല്ല വലുപ്പത്തിൽ തന്നെ ഈ ഒരു ഡിസൈൻ ഈ ഒരു പല്ലു പോർഷനിൽ വന്നിട്ടുണ്ട്. പല്ലുവിൻ്റെ ഒരു മെയിൻ സൈഡിൽ വരുന്ന പോലെ ഒരു ഡിസൈൻ ഉള്ളൂ, മറ്റേ എൻഡിൽ ഡിസൈൻ കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ഈ റണ്ണിങ് പോർഷനിലാണ്. പല്ലുവിൻ്റെ തന്നെ പുറകോട്ട് കിടക്കുന്ന റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ എന്ന് പറഞ്ഞാൽ 2 ഫ്ലവർ വരുന്നത് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പല്ലുവിൽ കണ്ട അത്രയും വലുപ്പത്തിലല്ല ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചുട് ചെറിയ സൈസിലാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു പല്ലു പോർഷനിൽ കണ്ട അതേ സൈസിലുള്ള ഡിസൈൻസ് 2 എണ്ണമാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെ 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ആ ഒരു ചെസ്റ്റ് പോർഷൻ കവർ ചെയ്ത് വരുന്ന പോലെ തന്നെ ഡിസൈൻ ഉണ്ട്. അധികം ഗ്യാപ്പ് കൊടുക്കാതെ തന്നെ 2 ഡിസൈനും ചെയ്തിരിക്കുന്നത്. ഏകദേശം അടുത്തടുത്ത് വരുന്നത് പോലെ തന്നെ 2 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാലും സൈസിൽ വലിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫ്രണ്ട് കവർ ചെയ്ത് നമ്മുടെ ഒരു സ്റ്റൊമക്ക് പോർഷൻ്റെ താഴെ വരെയും വരുന്ന പോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. നല്ല ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഭയങ്കര കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ ഒന്നും അല്ല, എന്നാൽ പോലും വളരെ ഒരു ക്ലാസ് ആയിട്ടുള്ള ലുക്ക് വരുന്ന പോലത്തെ ഒരു സാരിയാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ 4 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. സ്കാറ്റർ ചെയ്തിരിക്കുന്ന പോലെ ഈ ഒരു 4 ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഈ ഒരു 4 ഡിസൈൻസ് തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. ബോട്ടം പോർഷനിൽ വരുന്ന പോർഷനാണ് ഞാൻ ഡിസൈൻ കാണുന്ന രീതിയിൽ തലകുത്തിയാണ് പിടിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും സ്റ്റാൻഡിങ് പോസ്റ്റിൽ ഓരോ ഡിസൈനും വരുന്നത് പോലെ 4 ഡിസൈൻസ് ഇതിനകത്ത് വരുന്നത് കണ്ടോ. ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ വരുന്നത് പോലെ തന്നെ ഡിസൈൻസ് വരും. റൈറ്റ് ലെഗ് പോർഷനിൽ തുടങ്ങി ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ വന്ന് ഏകദേശം ലെഫ്റ്റ് ലെഗ് പോർഷനൊക്കെ വരുന്നോളം അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ ഉണ്ട്. ഇത്രയും സൈസിൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അവർ കവർ ചെയ്ത് തന്നെ ഡിസൈൻസ് വരുന്നതായിരിക്കും. ഇത്രയും ഡിസൈൻസ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഡിസൈൻസ് നമ്പർ ഓഫ് ഡിസൈൻസ് കുറവല്ല സത്യം പറഞ്ഞാൽ. 3 വലിയ ഡിസൈൻസും 5 ചെറിയ ഡിസൈൻസും ഉണ്ട് ഈ ഒരു സാരിയിൽ. ഇത്രയും ഡിസൈൻസ് ഷാഡോ വർക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സാരിക്ക് 1995 ഇതിൻ്റെ റേറ്റ് വരുന്നത് 1995 റുപ്പീസ്. ശരിക്കും പറഞ്ഞാൽ ഷാഡോ വർക്ക് വെച്ച് നോക്കുമ്പോൾ ഈ സാരി ഭയങ്കര ബഡ്ജറ്റിലായിട്ട് കിട്ടുന്ന സാരിയാണ്. കാരണം നമുക്ക് അത്ര പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കും അല്ല. അതുപോലെ ഉടുത്ത് വരുമ്പോഴും ഈ ഒരു സാരിയുടെ എലഗൻസ് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് വളരെ വിലക്കുറവിൽ തന്നെ കിട്ടുന്നതാണ് ഈ ഒരു ഷാഡോ വർക്ക് ഈ ഒരു റേറ്റിൽ ഇത്രയും ഡിസൈനുള്ള സാരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാരി ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു സിൽക്കി കോട്ട സാരിയാണ് വന്നിരിക്കുന്നത്. ഇതൊരു ചിക്കു ഷെയ്ഡിലുള്ള സിൽക്കി കോട്ട സാരിയാണ്. അതിനകത്ത് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഞാനതിൻ്റെ പല്ലു പോർഷൻ എടുക്കാവേ. ജസ്റ്റ് ഈ പറഞ്ഞ മടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നുകൊണ്ട് വീഡിയോ കാണിക്കുന്നതുകൊണ്ടുള്ളൊരു ഡിഫിക്കൽട്ടി ഉണ്ടാട്ടോ. ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈന്. ഇതിൻ്റെ ഏകദേശം ഈ പറഞ്ഞ പല്ലു തൊട്ട് ചെസ്റ്റ് പോർഷൻ വരെ ഈ ഒരു ഗ്യാപ്പ് വിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു നമ്മൾ നോർമലി ഈ ഒരു ചിക്കൻകാരി വർക്കിലൊക്കെ കാണുന്നൊരു പാറ്റേൺ വരുന്നൊരു മോട്ടീവാണ്. പക്ഷേ ചിക്കൻകാരി വർക്ക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഷാഡോ വർക്കും ഈ ഒരു നമ്മൾ സാധാരണ ഇങ്ങനെ സാറ്റൺ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ചിക്കൻകാരി വർക്കിലൊക്കെ വരുമ്പോൾ. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഫ്ലൈ സ്റ്റിച്ച് വോൾ സ്റ്റിച്ച് ലീഫിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തതിന് ചുറ്റുമുള്ള ഒരു ലീഫ് പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ഷാഡോ വർക്കായിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. വീഡിയോയിൽ അത്രമാത്രം ആ ഷാഡോ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ബാക്ക് സൈഡിലൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചത്. ഈ ഒരു ലൈനും നടുക്കത്തെ ഈ ഒരു പോർഷനും ഷാഡോ വർക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റും ഒരു ലീഫ് വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പല്ലുവിൻ്റെ റണ്ണിങ് പോർഷനിൽ വീണ്ടും ഈ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയുള്ള ഡിസൈനാണ്. നമ്മൾ നോർമലി ചിക്കൻകാരി മോട്ടീവ്സ് ഒക്കെ ചെയ്യുന്ന പോലെ ചെറിയ സൈസിലല്ല. ഇത് കണ്ടോ, ഒരു കൈപ്പത്തിയോളം വലുപ്പം വരുന്ന പോലെ വലിയ ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും അതുപോലെ തന്നെയാണ് ഡിസൈൻ. ഇങ്ങനെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കുവൽ
ബ്രൗൺ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ചിക്കുവിൻ്റെ ഡാർക്കർ ഷെയ്ഡിലോട്ട് ആ ഒരു സെയിം ടോണിൽ തന്നെ ചെയ്തിരിക്കുന്ന പോലെ വർക്ക് വന്നിരിക്കുന്നത്. അതായത് ചിക്കു വരുമ്പോൾ ഒരു ബ്രൗണിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണല്ലോ വരുന്നത്, അതിൻ്റെ ബ്രൗണിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വന്നിരിക്കുന്ന പോലെ, അതായത് ഒരേ ഷെയ്ഡിൻ്റെ ഡാർക്കും ലൈറ്റും ഷെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ഈ ഒരു സാരി വരുമ്പോൾ. നമുക്ക് ഈ ഒരു ബ്രൗൺ ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്താലും ഈവൻ ചിക്കു ഷെയ്ഡ് ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇങ്ങനെ 3 ഡിസൈൻസ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴാണ് ഡിസൈൻസ് വരുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെ മുമ്പത്തെ സാരി പോലെ തിരിച്ച് തന്നെ പിടിക്കുന്നത് 4 ഡിസൈൻസ് ഇതിൻ്റെ ബോട്ടം പോർഷനിൽ ഇതുപോലെയാണ് പ്ലീറ്റ്സിനിടയ്ക്ക് വരുന്നത് പോലെ. ബോട്ടം പോർഷനിലോട്ട് വരുന്ന ഡിസൈൻ കുറച്ചും കൂടെ സൈസ് ഡിഫറൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ട ഡിസൈൻ്റെ അത്രയും വലിപ്പം ഈ ഒരു ഡിസൈൻസിനില്ല, എന്നാലും അത്യാവശ്യം നല്ല സൈസിൽ തന്നെ വരുന്ന ഡിസൈൻ തന്നെയാണ്. കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാന്നേ ഉള്ളൂ. ബോട്ടം പോർഷനിലെ ഫ്ലീറ്റ്സിനിടയ്ക്ക് കൂടെ വരുന്നത് പോലെ ഇങ്ങനെ 4 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2059 റുപ്പീസ് ആണ്. ഇത് ഷാഡോ വർക്കും ഇത്രയും ഡിസൈനും ഒക്കെ വരുന്ന പോലത്തെ സാരിയാണ്. സിൽക്കി കോട്ട മെറ്റീരിയൽ വന്നിരിക്കുന്ന സാരിയാണ്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2059 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു മെറൂൺ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഇതിനകത്ത് ഹണികോം ഡിസൈൻ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വളരെ കോൺട്രാസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫ്ലവർ പാറ്റേൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ട ഒരു മസ്റ്റാർഡ് യെല്ലോടെ ഡബിൾ ഷെയ്ഡ് വരുന്ന പോലത്തെ ആ ഒരു ത്രെഡ് യൂസ് ചെയ്താണ് ഈ ഒരു ഫ്ലവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെറൂണിൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ആ ഫ്ലവർ കാണാൻ പറ്റും. ഹെയറിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ആ ഒരു ലീവ്സിൻ്റെ പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഹണികോം ഡിസൈൻ എപ്പോഴും ഒരു കട്ട് വർക്കിൻ്റെ ഒക്കെ ഒരു ലുക്ക് വരും. കാരണം വെച്ചാൽ ഓൾറെഡി ഇത് കട്ട് മീൻസ് ബാക്കിൽ ക്ലോത്ത് ഉണ്ടെങ്കിൽ പോലും ആ ഒരു കട്ട് വർക്കിൻ്റെ സ്റ്റിച്ച് പോലെ നമുക്ക് ആ ഹോൾസ് ഫീൽ ചെയ്യും ദൂരെ എന്നുള്ള വ്യൂല്. അതുകൊണ്ട് തന്നെ ഹണികോം ഡിസൈൻ കുറച്ചും കൂടെ ഒരു സാധാരണ ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളെക്കാളും കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ട്. അതുപോലെ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള വർക്കും തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നതെല്ലാം. 3 strands ത്രെഡ് യൂസ് ചെയ്ത് ഒത്തിരി തിക്നെസ്സിലല്ലാതെ ആ ഒരു ഹണികോം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ്. ഇതിൻ്റെ ചെസ്റ്റ് പോർഷന് മുമ്പായിട്ട് തന്നെ റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈനോട് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഫ്ലവറിൻ്റെ ഡിസൈൻ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ആ സിംഗിൾ ഫ്ലവേഴ്സ് ഇത് ഫ്ലീറ്റഡ് ആകുമ്പം തിരിച്ചാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സോറി, ഇങ്ങനെ വരും. ഇതുപോലെ നമ്മുടെ ആ ഒരു ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ സിംഗിൾ ഫ്ലവേഴ്സ് ഇങ്ങനെ ലൈനായിട്ട് വരുന്നത് പോലെ ഗ്യാപ്പ് ഇല്ലാതെ ഇങ്ങനെ വന്നിരിക്കുന്ന പോലെ ഈ ഡിസൈൻ വരുന്നത്. ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഈ സാരി ഈ ഒരു ഡിസൈൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഓഫ് കോഴ്സ് സ്റ്റിച്ചും നല്ല ഭംഗിയാണ്. അതിനേക്കാളും കൂടുതലും ഈ ഒരു നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. നമ്മൾ നോർമലി കണ്ടുവരുന്നൊരു ഷെയ്ഡല്ല ഈ ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡ്. നമ്മൾ നോർമലി അങ്ങനെ എല്ലാ ഡിസൈനിലും ഒന്നും കണ്ടുവരുന്നൊരു കളറല്ല. നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ്. അതുപോലെ ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിൽ ഈ 2 ഫ്ലവേഴ്സ് ഇങ്ങനെ സ്റ്റാൻഡിങ് ലൈനിൽ മുകളിലേക്ക് നിൽക്കുന്ന പോലെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് കേട്ടോ, തിരിച്ചാണ് ഞാൻ കാണിക്കുന്നത്. പിടിച്ചിരിക്കുന്ന തിരിച്ചായതുകൊണ്ടാണ് ഡിസൈൻ ഇങ്ങനെ വരും. ഇങ്ങനെ ഇതിൻ്റെ സ്റ്റാൻഡിങ് പോസിൽ ഡിസൈൻ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സിമ്പിളായിട്ട്, ഒത്തിരി ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് ഒന്നുമല്ല, എന്നാൽ വളരെ സിമ്പിളായിട്ടാണ്. എന്നാൽ ഈ ഹണികോം ഡിസൈൻ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഡിസൈനുമാണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1685 ആണ്. 1685 രൂപയാണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത്. ഈ സാരി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ഈ സാരിയുടെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഓറഞ്ചിഷ് യെല്ലോ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സിൽക്കി കോട്ട സാരിയാണ്. നമ്മൾ നോർമലി കണ്ടുവരുന്ന ഷെയ്ഡ്സിനേക്കാളും കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. നമുക്ക് കൂടുതലും ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞ പ്ലെയിൻ സാരിയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷെയ്ഡാണ്. പ്ലെയിൻ സാരി നമുക്ക് ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. എപ്പോഴും നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ കാണിക്കുന്നതിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി പറ്റുന്ന ഒരു ഷെയ്ഡാണ്. ഇതിനകത്തൊരു ലീഫ് പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പല്ലുവിൻ്റെ മെയിൻ എൻഡാണ്, അതായത് നമ്മൾ ഉടുത്ത് വരുമ്പോൾ കാണുന്ന പല്ലുവിൻ്റെ എൻഡ് പോർഷനാണ്. ഇതൊരു ഒലീവ് ലീവ്സ് പോലത്തെ മേപ്പിൾ ലീവ്സ് പോലത്തെ ഒരു ലീഫ് പാറ്റേൺ അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫില്ല് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഫില്ല് ചെയ്തിരിക്കുന്നത് പല കളേഴ്സ് യൂസ് ചെയ്ത് ഗോൾഡൻ റെഡും ഒക്കെ മിക്സ് ചെയ്തൊരു കളർ കോമ്പിനേഷൻ യൂസ് ചെയ്ത് ഭയങ്കര ഒരു ലൈവ്ലി ഫീൽ ആ ലീഫിന് കൊടുക്കുന്ന രീതിയിലാണ് ലീഫിനെ കളർ മിക്സ് ചെയ്തിരിക്കുന്നത്. 2 ഫ്ലവേഴ്സ്, ഒരു മെറൂണും ഗ്രീനും കോമ്പിനേഷനുള്ള ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഇത് പല്ലുവിൻ്റെ അപ്പുറത്തെ എൻഡിൽ വരുമ്പോഴും ഈ സെയിം ഡിസൈൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളർ ഡിഫറൻസ് ആയത് കാരണം നേരത്തെ വലിയ ഫ്ലവർ മെറൂണും ചെറിയ ഫ്ലവർ ഗ്രീനും ആയിരുന്നു. തിരിച്ചു വന്നതേ ഉള്ളൂ ഈ ഫ്ലവറിൻ്റെ കളറ്. എന്നാൽ ഇതിനകത്ത് ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ ഭയങ്കരമായിട്ട് ഒത്തിരി കളർ ത്രെഡ് യൂസ് ചെയ്ത് അതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻട്രൽ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഫ്ലവർ അകത്ത് ഫില്ല് ചെയ്യാത്ത പാറ്റേണിൽ ഔട്ട്ലൈൻ മാത്രം വരുന്ന പോലെയാണ് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചിരിക്കുന്നത്.
ബാക്കി റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബാക്കി സ്റ്റിച്ച് എല്ലാം ചെയ്തിരിക്കുന്നത്. ഗ്രീൻ കളറിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ബോഡി പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെ ഔട്ട്ലൈൻ മാത്രം വരുന്ന പോലത്തെ ഫ്ലവേഴ്സ് ആണ്, പല കളേഴ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ റണ്ണിങ് പോർഷനിൽ വരുന്ന ഫ്ലവറാണ്, ലീഫാണ്. അതിനകത്ത് നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. നെക്സ്റ്റ് വീണ്ടും ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ അത് നെക്സ്റ്റ് വരുമ്പോൾ ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിട്ടുള്ള ലീവ്സ് ആയിട്ടാണ് ഇതിൻ്റെ ഈ റണ്ണിങ് പോർഷനിൽ ഇത്രയും ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലോട്ടാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെ 2 ലീഫാണ് വന്നിരിക്കുന്നത്. 3 ലീഫാണ് വന്നിരിക്കുന്നത്. 3 ലീഫും 3 ഷെയ്ഡ്സ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നേവി ബ്ലൂ, ഗ്രീൻ, മെറൂൺ കോമ്പിനേഷനിൽ ഇങ്ങനെ 3 ലീവ്സ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ നമ്മൾ ഉടുത്ത് വരുമ്പോൾ ഫ്രണ്ട് അത്യാവശ്യം കവർ ചെയ്യുന്ന പോലെ തന്നെയുണ്ട്. വലിയ വലുപ്പത്തിലുള്ള ഡിസൈൻ അല്ല, എന്നാലും ചെറിയ സൈസിലാണെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ബോട്ടം സൈഡിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ബോട്ടം സൈഡിലോട്ട് വരുമ്പോഴത്തേനും സെയിം കളർ, ഈ ഒരു 3 കോമ്പിനേഷൻ തന്നെയാണ്. മെറൂൺ, ഗ്രീൻ, നേവി ബ്ലൂ കളറിലാണ് ലീവ്സ് വന്നിരിക്കുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ സൈസ് ചെറുതായിട്ടുള്ള ലീവ്സ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ആ പല്ലൂല് കണ്ടപ്പം ഒരു ചെറിയ ലീഫും വലിയ ലീഫും ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ പോലെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും അതിൻ്റെ ചെറിയ സൈസിലുള്ള ലീഫാണ് വരുന്നത്. ഇതിൽ നമ്മൾ അതിൻ്റെ ബോർഡർ എല്ലാം മീൻസ് ആ ഒരു ഔട്ട്ലൈൻ എല്ലാം കൊടുത്തിരിക്കുന്നത് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടും റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇന്നർ പോർഷനെ വെയിൻസ് എല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷനായി പറഞ്ഞ പോലെ ഈ ഒരു ഓറഞ്ച് യെല്ലോ കളറിൽ, ഓറഞ്ച് ഷെയ്ഡ് എന്ന് തന്നെ പറയാം, ആ ഒരു ഷെയ്ഡിൽ ഈ ഒരു ഗ്രീൻ, നേവി ബ്ലൂ, മറൂൺ എല്ലാം കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഉടുത്ത് വരുമ്പോഴത്തേനും ഇങ്ങനത്തെ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാരി തന്നെയാണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1895 ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1895 റുപ്പീസാണ്. അപ്പോൾ ഈ സാരി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ലാവൻഡർ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മിക്സ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. സിൽക്കി കോട്ടയും കാണിച്ചിട്ടുണ്ട്, അതുപോലെ കോട്ടൺ ചെക്കോട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. ഇത് കോട്ടൺ ചെക്കോട്ട സാരിയാണ്, ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡർ ഷെയ്ഡിൽ ഓഫ് വൈറ്റും പിങ്കൂടെ ഒരു കളർ കോമ്പിനേഷനിലാണ് അത് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. കാസ്റ്റ് ഓൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവേഴ്സിൻ്റെ പുറത്തൂടെയുള്ള പെറ്റൽസ് ചെയ്തിരിക്കുന്നത്. അകത്ത് ബുള്ളിയൻ നോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പിങ്ക് ഷെയ്ഡും അതിനുള്ളിൽ വരുന്ന ഓഫ് വൈറ്റ് ഷെയ്ഡും ബുള്ളിയൻ നോട്ട്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രീൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്റ്റെമ്മും അതുപോലെ ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ലീവ്സും അതിനകത്ത് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ ഡിസൈനായിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആയിട്ട് നമുക്ക് ഒത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പെറ്റൽ പാറ്റേൺ തന്നെയാണ്. ഇതിൻ്റെ തന്നെ ചെറിയ 2 ഡിസൈനാണ് ഇതിൻ്റെ പല്ലുവിൻ്റെ അപ്പുറം നടുക്കും അതുപോലെ ഉള്ളിൽ വരുന്ന എൻഡിലും കൊടുത്തിരിക്കുന്നത്. 2 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ചെറിയൊരു പാറ്റേൺ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈ ഒരു സാരിയുടെ റണ്ണിങ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ 2 ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പല്ലുവിൽ കണ്ടതുപോലെ 2 ഡിസൈനാണ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ നമ്മൾ 3 ഡിസൈൻസാണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ 3 ഡിസൈൻസാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ അല്ല. ഇതിൽ ഓഫ് വൈറ്റ് ലാവൻഡറിൽ വരുമ്പോഴത്തേനും ഭയങ്കര കോൺട്രാസ്റ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. എന്നാൽ പോലും അത്യാവശ്യം ഒരു ഹൈലൈറ്റ് ചെയ്ത് തന്നെ ഡിസൈൻസ് കാണാൻ പറ്റും. ഒത്തിരി ഭയങ്കര ബ്രൈറ്റ് കോമ്പിനേഷൻസ് ഒക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന കളർ കോമ്പിനേഷനാണ്. അതുപോലെ ഒരു നല്ല 3D ഇഫക്റ്റ് വരുന്ന പോലത്തെ ഒരു സ്റ്റിച്ചാണ് കാസ്റ്റോൺ സ്റ്റിച്ച്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു നമുക്ക് ആ ഒരു എടുത്ത് നിൽക്കുക ഫ്ലവറിൻ്റെ സ്റ്റിച്ചസ് ഇതുകൊണ്ട് ഒരു 3D ഇഫക്റ്റ് പോലെ ഫ്ലവേഴ്സ് ഓൾറെഡി ഇതിൽ ഉണ്ടായി നിൽക്കുന്ന പോലെ നല്ലതായിട്ട് എടുത്ത് നിൽക്കുന്ന പോലത്തെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. അതുപോലെ നല്ല ഫിനിഷിൽ തന്നെയാണ് ഈ ഒരു ഓരോ കാസ്റ്റോൺ സ്റ്റിച്ചും ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇനി ഇതിൻ്റെ ബോട്ടം പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ ഒരു സിംഗിൾ ഡിസൈൻ വരുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. സെയിം ഡിസൈൻ സിംഗിൾ ഡിസൈൻ വരുന്നത് പോലെയാണ് സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെയാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു സാരിയിൽ വരുന്ന ഡിസൈൻസ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1875 ആണ്. 1875 ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സാരി വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക. ഇത്രയും സാരീസ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി നമ്മളിൽ ഓൾറെഡി പറഞ്ഞ അയച്ചു തന്നിരിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ സാരീസ് പെൻഡിങ് ആയിട്ട് ഇരിപ്പുണ്ട്. വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മളത് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ ത്രൂ നമുക്ക് സാരീസ് സെല് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ നമ്മളെപ്പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമ്മളൊരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവരുടെ
സാരീസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനും ഒത്തിരി ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്യുന്നതിലും ഒക്കെ നമ്മൾ വീണ്ടും ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ ഈ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ കളക്ഷനായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.